വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ മണ്ണാർക്കാട് ഉപജില്ല സർഗോത്സവം ചങ്ങലേരി AUP സ്കൂളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സെലീന ബേബി TM ഉദ്ഘാടനം ചെയ്തു. കൂടാതെ 2023 കേവലം ഒരു മത്സരമല്ല, ഉപജില്ലയിലെ മികച്ച കുട്ടികൾ, ഓരോ സ്കൂളിലെയും മികച്ച കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണിത്. ഈ കൂട്ടായ്മയിൽ 7ഓളം വേദികളുണ്ട്. ചിത്രരചന, കവിതാരചന, കഥാരചന, അതോടൊപ്പം നാടകം, അങ്ങനെയുള്ള ഈ 7 വേദികളിൽ നിങ്ങളുടെ സർഗശേഷിയെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മികച്ച ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാരായണൻ മാഷെ പോലെയുള്ള ചിരകാല പരിചിതർ അത് കൂടുതൽ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുറച്ചു പേരെ ജില്ലയിലേക്കും അവിടെ നിന്നും സ്റ്റേറ്റിലേക്കും മറ്റ് കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഇതെല്ലാം ക്യാമ്പുകളാണ്. അതിലൂടെ നിങ്ങൾക്ക് വർഷങ്ങളായി നിങ്ങൾ നല്ല ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ അല്ലെങ്കിൽ ചിത്രരചനയിലോ നാടകത്തിലോ അങ്ങനെ മികവ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്കിലും കുട്ടികൾക്ക് നല്ല സർഗവാസന അവരുടെ രചനകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പണ്ട് കാലങ്ങളിൽ ഉള്ളതുപോലെയല്ല, നിങ്ങൾക്കെല്ലാം എഴുതാനും അതിനെ അച്ചടിച്ച പുസ്തകമായി വരാനും ഉള്ള എല്ലാ വേദികളും നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകർ ഒരുക്കി തരുന്നുണ്ട്. മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ ഷീബശ്രീ P. സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ സിസ്റ്റർ ജനറ്റ്, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ KK മണികണ്ഠൻ, HM ഫോറം കൺവീനർ SR ഹബീബുള്ള, ഹുസൈൻ മാസ്റ്റർ, ഭാഗ്യലക്ഷ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ജോയൽ നന്ദിയും പറഞ്ഞു. സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവാൻ, ചില കുട്ടികളുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലാതിരിക്കാം. പക്ഷെ ആ ഒരു അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് ഏതാണെങ്കിലും ആ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാവരും, അത് രാമനാണെങ്കിലും റഹീമാണെങ്കിലും റാഫേലാണെങ്കിലും എല്ലാവരും ഒരുപോലെ ഒരേ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം ഒരേപോലെ ക്ലാസ്സകത്ത് ഇരുന്നു കൊണ്ട് കഴിക്കാനും അത് ഒരുപോലെ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മളെ മനുഷ്യരായി കാണാൻ, നമ്മുടെ സഹോദരങ്ങളെ അവർ ഏതായെന്നല്ല, അവരുടെ പേരെന്താന്നല്ല, അവർ നമ്മളെ പോലെ ഒരു മനുഷ്യരാണെന്ന് കാണാനുള്ള ഒരു ഏക മനസ്സുണ്ടാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പോലും വിദ്യാലയങ്ങളിൽ പല ലക്ഷ്യങ്ങളുണ്ട്. അതിലെ ഒരു ലക്ഷ്യം നമ്മുടെ മനുഷ്യനെ മനുഷ്യരാക്കി മാറ്റുക എന്നുള്ളതാണ്. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗത്തിലെ കുട്ടികൾക്ക് ശില്പശാലയും സംഘടിപ്പിച്ചു. കഥാരചന, കവിതാരചന, കാവ്യാലാപനം, ചിത്രരചന, അഭിനയം, നാടൻപാട്ട്, പുസ്തകാസ്വാദനം എന്നിവയിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. രണ്ടോ മൂന്നോ വാക്കായാലും ധാരാളം. ഓക്കെ, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും സ്കൂളുകൾ ഭക്ഷണത്തിന് തൊട്ടിട്ടറിയാം ചില അനുഭവങ്ങള് സ്പർശത്തിലുണ്ടോ, മിനുസുണ്ടോ, ഇത് ചൂടുണ്ടോ, തണുപ്പുണ്ടോ, ഇങ്ങനെ പലതും തൊട്ടിട്ട് അറിയുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല വിഷമൊക്കെ വന്നു വെച്ചാൽ അങ്ങനെ തലോ, അത് ആ സ്നേഹം ചിലപ്പോൾ അറിയുന്നത് ചിലപ്പോൾ ഇങ്ങനെ തലോടുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ 5 തരത്തിലാ സത്യത്തിൽ നമ്മൾ ലോകം. എന്തറിയോ, ഒരു വിഷയം ഏതൊരാൾ എഴുതാനാണ് ആലോചിക്കുന്നത്.
അപ്പൊ ഞാൻ ചോറു പിന്നയാ അലമേലു ആരിത് ആരിത് സാക്ഷാൽ കല്ലുകാരനോ അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മകാരമായി തീർന്നു നാലു പേർക്കും നാടൂരി
വിദ്യാരംഗല സാഹിത്യവേദിയുടെ സ്കൂൾ തല പ്രവർത്തന റിപ്പോർട്ടുകൾക്ക് അവതരിപ്പിച്ച വിദ്യാലയങ്ങൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകി. അറിവുത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടത്തി. വൈകിട്ട് നടന്ന സമാപന യോഗം എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക കെ ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. BPC കെ മുഹമ്മദ് അലി സമ്മാന വിതരണം നടത്തി. MPTA പ്രസിഡന്റ് നളിനി, അക്കാദമിക് കൗൺസിൽ ജോയിന്റ് കൺവീനർ സിദ്ദിഖ് പാറോക്കോട്, OSA പ്രസിഡന്റ് അബ്ദുൾ അസീസ്, സ്കൂൾ വിദ്യാരംഗല സാഹിത്യവേദി കൺവീനർ KV പ്രഭാവ്, സ്കൂൾ ലീഡർ ഫാത്തിമ മിൻഹ എന്നിവർ സംബന്ധിച്ചു. ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ K വിനോദ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തെ വിദ്യാരംഗത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ചെയ്ത വിദ്യാലയത്തിലാണോ നല്ലൊരു കയ്യടി കൊടുക്കും. ഈ സർഗോത്സവത്തെ സർഗാത്മകമാക്കിയ മികവ് കൊണ്ടും സംഘാടന കൊണ്ടും മുന്നൊരുക്കങ്ങൾ കൊണ്ടും ഈ സർഗോത്സവത്തെ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിൽ ഏറ്റവും ഹൃദയത്തോടെ സ്വീകരിച്ചു നിർത്തിയ INICH അടുത്ത AUPS കല്ലടിക്കോട് ഉണ്ടോ? AUP കല്ലടിക്കോട്, GUPS പുളിക്കൽ,
GUPS പുളിക്കൽ, ചങ്ങലേരി, സ്കൂളല്ലേ? GUPS മണ്ണാർക്കാട് സെന്ററിൽ എടുക്കേണ്ടത്. അടുത്ത് GUPS കരിപ്പാറ റെഡി എടുക്കുക. MES HSS മണ്ണാർക്കാട്. അടുത്ത MES കുറച്ചുകൂടി. അടുത്ത GVHS അല്ലല്ലോ. ശബരി IC ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. മൊമെന്റോയും നൽകി. സർഗോത്സവം നടക്കുന്ന ചങ്ങലേരി AUP സ്കൂളിനുള്ള പ്രത്യേക മൊമെന്റോയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. സർഗോത്സവത്തിൽ വെച്ച് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമായി 5 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവർക്ക് പ്രത്യേക ട്രോഫിയും പുസ്തകങ്ങളും സമ്മാനമായി വിതരണം ചെയ്തു. ശില്പശാലയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി. പുതിയ ഇനം കിടക്കകളുടെ കമനീയ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കലത്താണി. മണ്ണാർക്കാട് റോഡിലെ യാറത്തിനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇംപെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട്. 8000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിൻ്റെ കൂടെ 2 തലയണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ സ്വർണ്ണക്കോയിലും എക്സ്ചേഞ്ച് ഓഫറും തടഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു. കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇംപെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി.